സർ, മോട്ടോർ വാഹന വകുപ്പ് പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനായി പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾക്ക് നിലവിലെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് അനുവദിക്കും. കേരളത്തിലേക്ക് രജിസ്ട്രേഷനായി കൂടുതൽ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകൾ എത്തുന്നതിനും അന്തർ സംസ്ഥാന യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുന്നു. നിലവിലെ ത്രൈമാസ നികുതിയായ സീറ്റ് ഒന്നിന് 2000 രൂപ എന്ന നിരക്ക് 900 രൂപയായും സ്ലീപ്പർ ഒന്നിന് നിലവിലെ 3000 രൂപ എന്നത് 1500 രൂപയായും കുറയ്ക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷനുകൾ ആകർഷിക്കുന്നതിനായി ട്രെയിലർ വാഹനങ്ങളുടെ ത്രൈമാസ നികുതി സ്ലാബുകൾ ഏകീകരിച്ച് പരിഷ്കരിക്കുന്നു. 20 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ട്രെയിലർ വാഹനങ്ങളുടെ അധിക നികുതി ചുമത്തിയിരുന്ന സ്ലാബ് ഒഴിവാക്കി 15 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങളുടെ നികുതി നിരക്കിലേക്ക് കുറച്ചു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. ഭിന്നശേഷിക്കാർക്ക് മോട്ടോർ വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിൻ്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 1,46,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിനും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി (KRERA) രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്. സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിൻ്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന